എങ്ങനെയാണൊരു ഏകലോക വീക്ഷണം സാധ്യമാകുന്നത് എന്ന ചോദ്യം അവശേഷിക്കുകയാണ്. ഗുരുദേവൻ വളരെ വ്യക്തമായി ഇതിന് മറുപടി നൽകിയിട്ടുണ്ട്. കാരണം ഏക സത്യം ആണ് ഉള്ളതായി അനുഭവപ്പെടുന്നത്. ആ സത്യത്തിൻ്റെ ആവിഷ്കാരങ്ങളാണ് ഈ കാണുന്നതെല്ലാം. ഇവിടെ ഭൂമി ഒന്നേ ഉള്ളൂ. ആ ഭൂമിയിൽ വിഭജനമുണ്ടാക്കിയത് മനുഷ്യനാണ്. വിഭാഗീയതയും അതുപോലെ വിയോജിപ്പും വിദ്വേഷവും പകയും എല്ലാം ഉള്ളത് മനുഷ്യരിലാണ്. ഏകലോക സങ്കല്പത്തിന് വിരുദ്ധമായി ഭൂമിയെ അളന്ന് തിട്ടപ്പെടുത്തി ഓരോരോ ഭാഗങ്ങളാക്കി മാറ്റുകയും സ്വന്തമാക്കുകയും ചെയ്തത് മനുഷ്യരാണ്. പക്ഷേ ഏകലോക സങ്കല്പത്തിന് എത്രയോ നാളുകളോളം പഴക്കം. വസുദൈവ കുടുംബകം എന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഋഷിമാർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ലോകമൊരു കുടുംബമാണ്. നമ്മളെല്ലാം സഹോദരീ സഹോദരന്മാരാണ്. ഒരമ്മ പെറ്റ മക്കളാണ്. നമ്മയെല്ലാം ബന്ധിപ്പിക്കുന്നത് ആ സാഹോദര്യത്തിൻ്റെ ഈടുറ്റ കണ്ണികളാണ്. വിയോജിപ്പും വിദ്വേഷവും ഉണ്ടാകുന്നത് മനസ്സിലാണ്. ആ മനസ്സിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന വിദ്വേഷത്തിൻ്റെ, വെറുപ്പിൻ്റെ, പകയുടെ, വിയോജിപ്പിൻ്റെ, ശത്രുതയുടെ ഒക്കെ ഒരിക്കലും അടങ്ങാത്ത പകയും അതുപോലെ അതിൻ്റെ അഗ്നിജ്വാലകളും പലതിൻ്റെയും സ്നേഹത്തെയും സൗഹാർദ്ദത്തെയും കാരുണ്യത്തെയും ഒക്കെ അത് ചാമ്പലാക്കി കളയുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് ലോകസമാധാനത്തെക്കുറിച്ച് ചിന്തിക്കുന്ന വലിയ വലിയ സമ്മേളനങ്ങളും സംഭവങ്ങളും നടക്കുമ്പോൾ എവിടെയാണ് ഒരു കോൺസെൻസസ്, എവിടെയാണ് ഒരു സമവായം ഉണ്ടാകാൻ കഴിയുക? ആ സമവായത്തിലേക്ക് എത്തണമെങ്കിൽ ഗുരുദേവൻ്റെ വാക്യങ്ങൾ വളരെ പ്രസക്തമാണ്. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവർ അവരന് സുഖത്തിനായി വരേണം എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വ്യക്തിയിൽ നിന്ന് ആരംഭിച്ച് അതൊരു കുടുംബത്തിലേക്ക്, കുടുംബാംഗങ്ങളിൽ തന്നെ പരസ്പരമുള്ള വിയോജിപ്പും വിദ്വേഷവും ഒരു കുടുംബത്തെ അന്തഃഛിദ്രം ബാധിക്കുമ്പോൾ, അത് ഛിന്ന ഭിന്നമാക്കുമ്പോൾ അവിടെയും ഇതാവശ്യമാണ്. ഓരോ സഹോദരങ്ങൾ തമ്മിൽ ഓരോരുത്തരുടെയും സുഖത്തിന് വേണ്ടി ആചരിക്കുന്ന മറ്റ് സഹോദരങ്ങളുടെയും സുഖത്തിനായി വരേണം. ഇനി കുടുംബത്തിൽ നിന്ന് സമൂഹത്തിലേക്ക് പോകുമ്പോൾ അവിടെയും ഇത് വളരെയേറെ പ്രസക്തമാണ്. അത് ഒരു സമൂഹത്തിൻ്റെ അപ്പുറത്തേക്ക് ഒരു നാട് എന്നുള്ള നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ, ഒരു ലോകമെന്നുള്ള നിലയ്ക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഓരോ രാഷ്ട്രവും വേലി കെട്ടിത്തിരിച്ച് സ്വന്തം എന്ന് കരുതി മുന്നോട്ടേക്ക് പോകുമ്പോൾ മറ്റ് രാജ്യങ്ങളുമായും ഇതുപോലെ ആത്മസുഖത്തിന് ആചരിക്കുന്നത് അപരന് സുഖത്തിനായി വരേണം എന്ന ചിന്ത വിപുലമാകുമ്പോൾ, വ്യാപകമാകുമ്പോൾ, വിശാലമാകുമ്പോഴാണ് ആ ഏകലോക സങ്കല്പത്തിൻ്റെ അർത്ഥം നമുക്ക്, അർത്ഥതലങ്ങളിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കുക. തീർച്ചയായും ഗുരു ആഗ്രഹിച്ചതും അതുതന്നെയാണ്. മനുഷ്യൻ ഉണ്ടാക്കുന്ന വിഭാഗീയതകളും വേർതിരിവുകളും മതിൽക്കെട്ടുകളും വേലിക്കെട്ടുകളുമെല്ലാം അവനെ സങ്കുചിതത്തിലേക്കാണ് നയിക്കുന്നത്. അവനെ ഇല്ലായ്മയിലേക്കാണ് കൊണ്ടുവരുന്നത്. അതിൽ നിന്നും വികസിച്ച് മാനവികതയുടെ വിശാലമായ ചക്രവാളത്തിൽ ചിറകടിച്ച് പറന്ന് നടക്കാൻ ഓരോരുത്തർക്കും കഴിയണമെങ്കിൽ ആ ഗുരുവചനങ്ങൾ നെഞ്ചിലേറ്റിയേ മതിയാവും. ഇന്നതാണ് ആവശ്യം. ഈ അതീന്ദ്രിയ സത്യത്തിൻ്റെ വ്യാഖ്യാനങ്ങളിൽ മാത്രം ഒതുങ്ങിയായിരുന്നില്ല ഗുരു ദർശിച്ചത്. അവയ്ക്ക് പ്രായോഗികമായൊരു കർമ്മപദ്ധതി ആവിഷ്കരിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് അദ്ദേഹം ഗുരുദേവനെ ഒരു യോഗിയായി, സന്യാസിയായി, സാമൂഹ്യ പരിഷ്കർത്താവായി, അതുപോലെ ഒരു മഹാത്മാവായി, ഒരു ഋഷിയായി, ഒരു വിശ്വഗുരുവായി ഒക്കെ കരുതുന്നതും വിശ്വസിക്കുന്നതും ആരാധിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അത്ര വിശാലമായ ഒരു ക്യാൻവാസിലാണ് അദ്ദേഹം ഈ ഒരു സമൂഹ രചന നടത്തിയത്. അത് ബഹുവർണ്ണമായിരുന്നു. പല വിധത്തിലുള്ള വർണ്ണങ്ങൾ കണ്ടെത്തി ആസ്വദിച്ചെങ്കിലും
അതിനെല്ലാം ആധാരമായി നിൽക്കുന്ന ഒന്നിനെക്കുറിച്ചായിരുന്നു അദ്ദേഹം ഊന്നി പറഞ്ഞിരുന്നത്. ആ ഒന്ന് ഏകാത്മത എന്ന് പറയുന്നത്, അതിലായിരുന്നു ഊന്നൽ കൊടുത്തിരുന്നത്. അതിൽ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് വ്യത്യസ്തങ്ങളായ, വിഭിന്നങ്ങളായ, അതുപോലെ വൈവിധ്യമാർന്ന ഒരു സാമൂഹ്യ സൃഷ്ടിയെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചത്. അതെല്ലാം ഭാരതീയമായ ദാർശനിക പാരമ്പര്യത്തിലെ ആ അദ്വൈത സങ്കല്പത്തിൽ നിന്നും അദ്ദേഹം ഉരുത്തിരിഞ്ഞ ഒരു ആത്മീയ ദർശനമായിരുന്നു അദ്ദേഹം ഉൾക്കൊണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു മാറ്റത്തെക്കുറിച്ച് ഉള്ള കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. സാമൂഹ്യ പരിവർത്തനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഇന്നും അത് കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. കാരണം ഈ അടുത്ത കാലത്ത് തന്നെ ശിവഗിരി മഠത്തിൽ നിന്നും സന്യാസി ശ്രേഷ്ഠന്മാർ ലോകത്തിൻ്റെ എത്രയോ ഭാഗങ്ങളിൽ സഞ്ചരിച്ചു. മാർപ്പാപ്പയെ കണ്ടു, വത്തിക്കാനിൽ പോയി, ഗുരുദേവ ദർശനങ്ങളെക്കുറിച്ച് ആശയവിനിമയം നടത്തി. അതുപോലെ ദുബായിൽ പോയി അവിടുത്തെ ക്രൗൺ പ്ലാസയിൽ സമ്മേളനം നടന്നു, ലണ്ടനിൽ സമ്മേളനം നടന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അങ്ങനെ സമ്മേളനങ്ങൾ നടത്താൻ കഴിഞ്ഞതെന്തുകൊണ്ടാണ്? അവിടെയൊക്കെ ആ സ്വീകാര്യത കിട്ടിയതെന്തുകൊണ്ടാണ്? അത് ഗുരുദേവൻ്റെ ഏകലോക വീക്ഷണത്തിന് ഉള്ള പ്രസക്തി ഉള്ളതുകൊണ്ട് തന്നെയാണ്. ആധ്യാത്മികതയായിരുന്നു അതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. ആധ്യാത്മികത എന്ന് പറയുന്നത് ഒരാളുടെ വേദന, ആരുടെയും വേദന സ്വന്തം വേദനയായി കാണാൻ സാധിക്കുമ്പോഴാണ്. മറ്റൊരാളുടെ വേദന അത് എൻ്റെ വേദനയാണ്, മറ്റൊരാളുടെ കണ്ണുനീർ എൻ്റെ കണ്ണുനീരാണ് എന്ന നിലയിലേക്ക് ഒരാൾക്ക് ഉയരുന്നതാണ് ആധ്യാത്മികമായി ഉയരുക എന്ന് പറയുന്നത്. എല്ലാം ഈശ്വര സ്വരൂപമാണ് എന്ന് കാണാൻ സാധിക്കുന്നത് എപ്പോഴാണ്? അപ്പോഴാണ് സങ്കുചിതത്തിൽ നിന്നും, ഇടുങ്ങിയ ചിന്താഗതിയിൽ നിന്നും, നിക്ഷിപ്ത താല്പര്യങ്ങളിൽ നിന്നും ഒരു വിമോചനമുണ്ടാകുന്നത്. അത് ഒരാളുടെ സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യം അപ്പോഴാണ് അയാൾ വിമോചനത്തിൻ്റെ ഒരു വിഹായസിലേക്ക് ഉയരുകയാണ്. അയാൾ സംഗീതത്തിൻ്റെ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞ് സ്വാതന്ത്ര്യത്തിൻ്റെ വിഹായസിലേക്ക് പോകുന്നത് അപ്പോഴാണ്. അതാണ് ആധ്യാത്മികത എന്ന് പറയുന്നത്. അത് തന്നെ ഒരു ഏകലോക വീക്ഷണത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അത് ആധ്യാത്മികതയിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ളതാകുമ്പോഴാണ് അതിൻ്റെ അർത്ഥതലങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുക. ഏതായിരുന്നാലും ഈ സമ്മേളനം അങ്ങനെ ഒരു വലിയ മഹാസന്ദേശമാണ് ലോകത്തോട് വിളിച്ചു പറയുന്നത്. അത് ഉൾക്കൊള്ളാൻ സമൂഹം തയ്യാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്തേ.